സംഘർഷം തുടരുന്ന സിറിയയിൽ നിന്നും പൗരന്മാരെ ഒഴിപ്പിച്ച് ഇന്ത്യ വന്നിരിക്കുകയാണ്. 14 വർഷത്തെ ഭരണം അവസാനിപ്പിച്ച് വിമത സേന പ്രസിഡന്റ് ബഷാർ അൽ അസാദിനെ പുറത്താക്കി 2 ദിവസത്തിന് ശേഷമാണ് രാജ്യത്തിന്റെ രക്ഷാദൗത്യം ആരംഭിച്ചിരിക്കുന്നത്. ചൊവ്വാഴ്ച 75 ഇന്ത്യൻ പൗരന്മാരെ സിറിയയിൽ നിന്നും ഇന്ത്യ ഒഴിപ്പിച്ചു. എല്ലാ ഇന്ത്യൻ പൗരന്മാരും സുരക്ഷിതമായി ലെബനനിലേക്ക് കടന്നിട്ടുണ്ടെന്നും ലഭ്യമായ വിമാനങ്ങളിൽ ഇന്ത്യയിലേക്ക് മടക്കിയെത്തുമെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചിട്ടുണ്ട്. സുരക്ഷാ സാഹചര്യം വിലയിരുത്തുന്നതിനെ തുടർന്ന് ഡെമാസ്കസിലും ബെയ്റൂട്ടിലുമുള്ള ഇന്ത്യൻ എംബസികൾ ഏകോപിപ്പിച്ച ഒഴിപ്പിക്കൽ വിജയകരമായതായി മന്ത്രാലയം അറിയിക്കുകയും ചെയ്തു. സിറിയയിലെ സമീപകാല സംഭവ വികാസങ്ങളെ തുടർന്ന് ഇന്ത്യ ഗവൺമെന്റ് നിന്നും 75 ഇന്ത്യൻ പൗരന്മാരെ സിറിയയിൽ നിന്നും ഒഴിപ്പിച്ചു. സെയ്ദ സനാബിയൻ കുടുങ്ങിയ ജമ്മു കാശ്മീരിൽ നിന്നുള്ള 44 സൈറീനുകൾ ഒഴിപ്പിക്കപ്പെട്ടവരിൽ ഉൾപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പ്രസ്താവനയിൽ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. വിദേശത്തുള്ള ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷയ്ക്ക് ഏറ്റവും ഉയർന്ന മുൻഗണന നൽകുന്നതായി സർക്കാർ അറിയിക്കുകയും ചെയ്തു. മറ്റ് നിരവധി പ്രമുഖ നഗരങ്ങളിലെയും പട്ടണങ്ങളിലും പിടിച്ചടക്കിയ ശേഷവും തലസ്ഥാനമായ ഡെമാസ്കസിന്റെ നിയന്ത്രണം വിമതർ പിടിച്ചെടുത്തതോടെ ഞായറാഴ്ച സിറിയൻ സർക്കാർ തകർന്നു വീണത്. വിമത ഗ്രൂപ്പായ ഹയാത്ത് തഹ്രീർ അൽ ഷാം ഡെമാസ്കസിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയും ശേഷം അസാദ് രാജ്യം വിടുകയും ചെയ്തു. തന്റെ കുടുംബത്തിന്റെ 50 വർഷത്തെ ഭരണത്തിനാണ് അതോടെ അന്ത്യം കുറിച്ചിരിക്കുന്നത്. അസാദ് മോസ്കോയിലാണെന്നും അഭയം നൽകുമെന്നും റഷ്യൻ സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്തു. അദ്ദേഹത്തിന്റെ ഏതാണ്ട് 14 വർഷത്തെ ഭരണകാലം ആഭ്യന്തര യുദ്ധവും രക്തച്ചൊരിച്ചിലും രാഷ്ട്രീയ എതിരാളികൾക്കെതിരായ ക്രൂരമായ അടിച്ചമർത്തലും കൊണ്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. സിറിയയിലെ സംഭവ വികാസങ്ങൾ നിരീക്ഷിച്ചു വരികയായിരുന്നു ആ രാജ്യത്ത് സമാധാനപരവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ സിറിയൻ നേതൃത്വത്തിലുള്ള രാഷ്ട്രീയ പ്രക്രിയ മുന്നോട്ട് കൊണ്ടുപോകാൻ വാദിക്കുകയാണെന്നും MEA തിങ്കളാഴ്ച അറിയിക്കുകയുണ്ടായി.